എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അത് നമ്മുടെ എക്സാമിനെയും അതുപോലെ തന്നെ ഇനിയുള്ള പ്രൊസീഡിങ്സിനെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത ഒരു പീസ് ഓഫ് ഇൻഫർമേഷനാണ് ആ സർക്കുലറിലുള്ളത്. സോ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക, ഓരോ ഇൻഫർമേഷനും നല്ല രീതിയിൽ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ ബാക്കി ഫർദർ പ്രൊസീഡിങ്സ് ചെയ്യുക. അപ്പം നമുക്ക് സർക്കുലറിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. അപ്പം ബേസിക്കലി ഈ ഒരു സർക്കുലർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സെൽഫ് സ്ലോട്ട് സെലക്ഷനെ പറ്റിയിട്ടാണ്. അതായത് ഇതുവരെ നമുക്ക് നമ്മുടെ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോൾ നമുക്ക് എവിടെയാണ് എക്സാം സെൻറ്റർ എവിടെയാണെന്നൊക്കെ നമ്മൾ അറിയും, നമ്മൾ ആ സ്ഥലത്ത് പോകും, പരീക്ഷ എഴുതും. പക്ഷേ ഇപ്രാവശ്യം തൊട്ട് കുറച്ചും കൂടെ അത് ആസ്പിരൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് തന്നെ നമുക്കിഷ്ടമുള്ള സിറ്റിയും അതുപോലെ ഡേയും ഷിഫ്റ്റും ഒക്കെ ചൂസ് ചെയ്തോളാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരികയാണ്. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ പറയണേ. The Tier 1 of the Combined Higher Secondary Level Exam, CHSL exam, will start on 12th November 2025. അപ്പോൾ 12-ാം തീയതിയാണ് ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. Progressing further in its candidate-friendly endeavor and mission of facilitating them, the Commission has decided to extend the facility of choosing the examination city, date and shift as per their choice. അപ്പം നമ്മുടെ ചോയ്സിനനുസരിച്ച് എക്സാമിനേഷൻ സിറ്റിയും ഡേറ്റും ഷിഫ്റ്റും നമുക്ക് തീരുമാനിക്കാം എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഫോർ അവെയിലിംഗ് ദിസ് ഫെസിലിറ്റി, ഈ ഒരു ഫെസിലിറ്റി അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുക. കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ചോയ്സ് ഫോർ സിറ്റി, ഡേറ്റ് ആൻഡ് ഷിഫ്റ്റ് നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഓപ്പൺ ആവുന്നത് 22 ഒക്ടോബർ തൊട്ടിട്ട് 28 ഒക്ടോബർ വരെയാണ്. 22 ഒക്ടോബർ തൊട്ട് 28 വരെ. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒട്ടും വൈകിക്കാതെ തന്നെ പറ്റുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ചെന്ന് നമ്മുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഏറ്റവും വൈകും തോറും നമ്മൾ വിചാരിച്ച ഒരു ഷിഫ്റ്റോ അല്ലെങ്കിൽ വിചാരിച്ച സ്ലോട്ടോ നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ ലോഗിൻ ചെയ്ത് കഴിയുമ്പം നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്ത 3 സിറ്റീസ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലോട്ടിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് അവൈലബിലിറ്റി ഉള്ളത്, ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ ഷിഫ്റ്റുകളിലാണ് അവൈലബിലിറ്റി ഉള്ളത്, അതൊക്കെ അവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പം അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സിറ്റി, ഇഷ്ടമുള്ള ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റീജിയണൽ ലാംഗ്വേജസിൽ എക്സാം എഴുതുന്ന ആളുകൾക്ക് ജനറലി ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ എക്സാം എഴുതുന്നവരെക്കാളും ചോയ്സ് ഓഫ് ഡേറ്റും ഷിഫ്റ്റുകളും കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് റീജിയണൽ ലാംഗ്വേജിൽ എഴുതുന്നവർക്ക് ആ ഒരു റീജിയൻ ഓറിയൻറ്റഡ് ആയിട്ടാണല്ലോ എക്സാം നടക്കുക. അപ്പോൾ അവർക്ക് ചോയ്സസ് ഓഫ് ഡേറ്റ്സും ഷിഫ്റ്റും കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് എന്താ വെച്ചാൽ, ഇൻ കേസ് സപ്പോസ് നമ്മൾ കൊടുത്ത 3 സിറ്റീസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇഫ് ഓൾ ദ സ്ലോട്ട്സ് ഇൻ ദ 3 cities ഓപ്റ്റഡ് ഏർലിയർ ഹാവ് ഫിൽഡ് അപ്പ്, അത് ഫില്ലപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി എന്ത് കിട്ടും, ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷണൽ സിറ്റീസും കൂടെ കിട്ടും. ഇനി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷണൽ സിറ്റീസിൻ്റെ ലിസ്റ്റ് കിട്ടും. പക്ഷെ അവിടെ എന്താ വെച്ചാൽ നമുക്ക് ഒരു സ്പെസിഫിക് ചോയ്സ് ഫോർ ഡേറ്റും ഷിഫ്റ്റും ഉണ്ടാവണമെന്നില്ല. അതായത് നമുക്ക് സിറ്റി ഓപ്റ്റ് ചെയ്യാം, പക്ഷെ അവിടുത്തെ ഡേറ്റും പിന്നെ എത്രാമത്തെ ഷിഫ്റ്റും ആണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് നമുക്ക് അസൈൻ ചെയ്ത് തരിക കമ്മീഷൻ തന്നെയായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് നമ്മൾ പ്രിഫർ ചെയ്ത 3 സിറ്റീസിലെയും സ്ലോട്ടൊക്കെ തീർന്നു പോയി എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷണൽ ലിസ്റ്റ് ഓഫ് സിറ്റീസ് തരും. അത് നമുക്കൊരു സിറ്റി ചൂസ് ചെയ്യാം, പക്ഷെ ചോയ്സ് ഫോർ ഡേറ്റും ഷിഫ്റ്റും കമ്മീഷനായിരിക്കും അലോട്ട് ചെയ്യുക. ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ ഡേറ്റും സിറ്റിയും ഷിഫ്റ്റും ചൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളി ചെയ്യണം. മാത്രമല്ല, ഇപ്പം നമ്മളത് ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചേഞ്ചും അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനി ചേഞ്ച് വിൽ നോട്ട് ബി എൻ്റർടൈൻഡ് ആണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇനി ഒരു തവണ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സ്ലോട്ട് സെലക്ട് ചെയ്യുക. പിന്നെ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് ഇപ്പം ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഈ ഒരു സ്ലോട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹിയർബൈ ഇൻഫോംഡ് ദാറ്റ് it will be inferred by the commission that such candidates do not intend to appear for the examination. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കമ്മീഷൻ കണക്കാക്കുകയും നമുക്ക് അഡ്മിറ്റ് കാർഡ് വരാതിരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഉറപ്പായിട്ടും സിറ്റി അതുപോലെ തന്നെ ഡേറ്റ് ഷിഫ്റ്റ് ഇത് ലോക്ക് ചെയ്തിരിക്കണം. ഇത് ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് വരത്തില്ല, നമ്മൾ എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നില്ല എന്നായിരിക്കും അവർ രേഖപ്പെടുത്തുക. അപ്പം അതെന്തായാലും ചെയ്യണം. ഇത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എക്സാമേ മിസ്സാവും.
ഇനി ഇതിൽ അവസാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോർട്ടലിൽ ഉടനെ തന്നെ അവരൊരു ഗൈഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ എക്സസൈസ് പ്രോസസ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്, ഇതിനാവശ്യമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് പോർട്ടലിൽ ഉടനെ അവർ അവൈലബിൾ ആക്കുന്നുണ്ടാവും. മിക്കവാറും 22 മുമ്പ് തന്നെ ആ ഒരു ഡോക്യുമെൻ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം അത് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, ഇങ്ങനെയാണെന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. പിന്നെ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് വരുമ്പോൾ നമ്മളും ചാനലിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇടാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പം അതും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കുക. പിന്നെ ഡേറ്റ് മറക്കാതിരിക്കുക. 22 ഒക്ടോബർ തൊട്ട് 28 ഒക്ടോബർ വരെയാണ്. അപ്പം അതിനുള്ളിൽ മാക്സിമം ആദ്യം തന്നെ പോയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യുക. അപ്പം ഈ ഒരു സർക്കുലറിലെ എല്ലാ പോയിന്റ്സും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും മിസ്സാവാതെ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓൾസോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ SSC എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. നമുക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ഫ്രം ഹാബിറ്റസ്.